അവർ തമ്മിലൊരു പ്രണയത്തിൻ്റേതായിട്ടുള്ള ചിന്തകളിലേക്കും പ്രണയത്തിൻ്റേതായിട്ടുള്ള പാരസ്പര്യ ബോധത്തിൻ്റെ ഒരു ഒന്നിക്കലിൻ്റെ ഒരു തരം ഒന്നാവലിൻ്റെ അവസ്ഥകളിലേക്ക്, അത്തരം ചിന്തകളിലേക്ക് അവർ വീണു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ് നോവൽ സഞ്ചരിക്കുന്നത് എന്ന് തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹായ് ഫ്രണ്ട്സ്, ന്യൂ ബിഗിനിങ്ങിലേക്ക് സ്വാഗതം. നമ്മൾ പറയാൻ പോണത് PC കുട്ടികൃഷ്ണമാരാർ എന്ന ഉറൂബിൻ്റെ ഒരുപാട് അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള ഉമ്മാച്ചു എന്ന് പറയുന്ന ഒരു നോവലാണ്. ഈ നോവലിനെ കുറിച്ച് പറയുമ്പോൾ ഈ നോവൽ എനിക്കൊരു ആവറേജ് വായനാനുഭവം സമ്മാനിച്ചൊരു നോവലാണ്. വലിയൊരു കുഴപ്പമില്ലാത്തൊരു നോവൽ. അപ്പോൾ ഈ നോവലിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ 3 കുട്ടികളിലൂടെയാണ് ആദ്യം കുട്ടികളിലൂടെ മുന്നോട്ട് പോയിട്ട് പിന്നെ ആ കുട്ടിത്തം നഷ്ടപ്പെട്ട് മുതിർന്നവരിലേക്ക് എത്തുകയും അങ്ങനെ ആദ്യത്തെ ആ ഒരു കുട്ടിത്തം പിന്നെ ഒരു സങ്കീർണതയിലേക്കും യാഥാർത്ഥ്യ ബോധത്തിൻ്റെ ക്രൂരമായ മുഖങ്ങളിലേക്കും എത്തിപ്പെട്ട് അവസാനം ഒരു സമഭാവനയുടെ ആകാശത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന തരത്തിലുള്ളൊരു എഴുത്താണ് ഉറൂബ് ഈ രചനയിലൂടെ നടത്താൻ ശ്രമിച്ചിരിക്കുന്നത്. അതിനെ അതിൻ്റെ ഭാവ തീവ്രതയോടെ അത് ഉൾക്കൊള്ളുന്ന ഭാവസങ്കീർണാത്മകമായ തലങ്ങളിലൂടെ തന്നെ നമ്മളിലേക്ക് എത്തിക്കുന്നതിന് അദ്ദേഹത്തിന് തീർത്തും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ നോവലിൻ്റെ വായനാനുഭവത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേക ഘടകമായി തന്നെ നമുക്ക് അനുഭവപ്പെടുന്നിടത്താണ് നോവലിൻ്റെ സങ്കീർണതയും നോവലിൻ്റെ രസകരമായിട്ടുള്ള ഒരവസ്ഥയും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിൽ വിലയിരുത്തപ്പെടുകയും അത്തരത്തിലുള്ള വിമർശനങ്ങൾക്കും അതേപോലെ തന്നെ ഒട്ടേറെ അഭിപ്രായങ്ങൾക്കും ചർച്ചകൾക്കും വിധേയമാകപ്പെടുകയും ചെയ്തിട്ടുള്ള ഉമ്മാച്ചു എന്ന നോവലിൻ്റെ കഥ ഞാനിന്ന് ചുരുക്കി പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പണ്ട് ഒരുമിച്ച് നടന്ന് ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് കളിച്ച് വളർന്നവരായിരുന്നു മായനും ബീരാനും ഉമ്മാച്ചുവും. ഓത്തുപള്ളിയിൽ അവർ ഒരുമിച്ച് പോയിട്ടുണ്ട്. ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണു നീലമേഘം. അപ്പോൾ അങ്ങനെ ഓത്തുപള്ളിയിൽ പോയിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ അവർ ഓത്തുപള്ളിയിലൊക്കെ ഒരുമിച്ച് പഠിച്ച് വളർന്നവരാണ്. ചെറുപ്പത്തിൽ തന്നെ ഈ നമ്മുടെ മായനും ഉമ്മാച്ചുവും തമ്മിൽ ഒരു പ്രണയബന്ധം രൂപപ്പെടുകയാണ്. അവർ തമ്മിലൊരു പ്രണയത്തിൻ്റേതായിട്ടുള്ള ചിന്തകളിലേക്കും പ്രണയത്തിൻ്റേതായിട്ടുള്ള പാരസ്പര്യ ബോധത്തിൻ്റെ ഒരു ഒന്നിക്കലിൻ്റെ ഒരു തരം ഒന്നാവലിൻ്റെ അവസ്ഥകളിലേക്ക്, അത്തരം ചിന്തകളിലേക്ക് അവർ വീണു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ് നോവൽ സഞ്ചരിക്കുന്നത് എന്ന് തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത്തരം ദൃശ്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന അവർക്കിടയിൽ പിന്നീട് സംഭവിക്കുന്ന മാറ്റങ്ങളിലൂടെയാണ് ആ നോവലിൻ്റെ സങ്കീർണതയും നോവലിൻ്റെ കൂടുതൽ നമ്മളെ ഉള്ളുലയ്ക്കുന്ന നിമിഷങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒന്നായിട്ട് ഈ നോവൽ മാറുന്നത് പിന്നീടാണ്. പിന്നീട് വളർന്നു കഴിയുമ്പോൾ ഉമ്മാച്ചുവിനോട് നമ്മുടെ ബീരാന് പ്രണയം തോന്നിയാണ്. പക്ഷേ ഉമ്മാച്ചുവിന് ഇഷ്ടം മായനെയാണ്. എന്നാൽ ബീരാൻ്റെ മനസ്സ് തോന്നുകയാണ് ഉമ്മാച്ചുവിനെ വിവാഹം കഴിക്കണം എന്ന് തോന്നുകയാണ്. പക്ഷേ അത്രയൊക്കെ വിറ്റ് നടക്കുന്ന ഒരാളുടെ മകളാണ് ഉമ്മാച്ചു എന്ന് പറയുന്നത്. പക്ഷേ ബീരാനാവട്ടെ ഒരു പണക്കാരനായിട്ടുള്ള ചേക്കുട്ടി മുതലാളിയുടെ മകനാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾക്ക് ഉമ്മാച്ചുവിനെ കെട്ടിച്ചു കൊടുക്കാൻ സാധ്യതയില്ല എന്ന ആ ഒരു വലിയ യാഥാർത്ഥ്യ ബോധത്തിൻ്റെ തീക്ഷ്ണതയിലേക്ക് പിന്നീട് നമ്മുടെ ബീരാൻ എത്തപ്പെടുമ്പോഴാണ് നോവലിൻ്റെ മറ്റൊരു തലം നമുക്ക് മുന്നിൽ ദൃശ്യവൽക്കരിക്കാൻ ഉറൂബിൻ്റെ തൂലിക ശ്രമിക്കുന്നത്. അത്തരത്തിൽ നമുക്ക് മുന്നിൽ പുതിയൊരു ദൃശ്യതലം തന്നെ, പുതിയൊരു അനുഭവ തലം തന്നെ രൂപീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലൂടെയാണ് പിന്നീട് കഥാകാരൻ സഞ്ചരിക്കുന്നത്. ഉമ്മാച്ചുവിനെ വിവാഹം കഴിക്കണം എന്നുള്ള അതിയായ ഗാഢമായ തീവ്രമായ അഭിവാഞ്ച മനസ്സിൽ രൂപപ്പെട്ട് വളർന്ന് തിളച്ച് മറയുന്ന ബീരാൻ ആ നാട്ടിലൊരു അഹമ്മദ് ഉണ്ണിക്ക എന്നു പേരുള്ള ഒരു ചരിത്രകാരനുണ്ട്. ചരിത്രകാരൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓരോരുത്തരുടെയും കുടുംബ മഹിമയും കുടുംബ മഹത്വവും ചരിത്രപരമായിട്ടുള്ള അവരുടെ കുടുംബ പാരമ്പര്യവുമൊക്കെ മറ്റുള്ള വീടുകളിൽ പോയി പറഞ്ഞ് അങ്ങനെ അതിലൊരാനന്ദം, ഇപ്പം നമുക്ക് ഒരു മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു സ്വഭാവം, മറ്റുള്ളവരിലേക്ക് ഒളിഞ്ഞു നോക്കി അവരുടെ കുടുംബം എന്താണ്, അവരുടെ കുടുംബ മഹിമ എന്താണ്, അവരുടെ പാരമ്പര്യം എന്താണ്, അവരുടെ വിശ്വാസധാരകളും അവരുടെ
അനുഭവങ്ങളും എങ്ങനെയുള്ളതാണ് എന്നതിനെപ്പറ്റി ആലോചിച്ച് ആ ഒരു തീവ്രതയിൽ മറ്റുള്ളവരിലേക്ക് കുറച്ച് പൊടിപ്പും തൊങ്ങലുമൊക്കെ ചേർത്ത് പറയുന്ന ഒരു ചരിത്രകാരനായിട്ടുള്ള അഹമ്മദ് ഉണ്ണിക്കയോട് പോയിട്ട് നമ്മുടെ വീരാൻ പറയുകയാണ്, ഇങ്ങനെ ഉമ്മാച്ചുവിനെ കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ ഉദിച്ച വീരാൻ പറയുകയാണ് തൻ്റെ ഉപ്പയോട് ഉമ്മാച്ചുവിനെ പറ്റി, ഉമ്മാച്ചുവിൻ്റെ കുടുംബ പാരമ്പര്യത്തെപ്പറ്റി കുറച്ച് പുകഴ്ത്തി പറയുക എന്നിങ്ങനെ ഉള്ള ഒരു അഭിപ്രായം. ഇത്തരത്തിൽ ഉമ്മാച്ചുവിനെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ കുടുംബം വളരെ മികച്ചതാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ഉമ്മാച്ചുവിൻ്റെ കുടുംബ മഹിമയെപ്പറ്റി പറഞ്ഞുകൊണ്ട് അഹമ്മദ് ഉണ്ണിക്ക പറയുകയാണ്, ഇത്തരത്തിൽ വളരെ കുടുംബ പാരമ്പര്യമുള്ള ഒരു മികച്ച കുടുംബം തന്നെയാണ് നമ്മുടെ അത്രാലിയുടെ കുടുംബം എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് വരുത്തി തീർക്കുകയാണ്. അത്തരത്തിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ഇത്ര നല്ല കുടുംബമാണെങ്കിൽ ആ വിവാഹം നടത്തിയേക്കാം എന്നുള്ള ചിന്താധാരകളിലൂടെ കടന്നുപോയതിന് ശേഷം വീരാനും വീരാൻ്റെ ആഗ്രഹം പോലെ തന്നെ ഉമ്മാച്ചുവും വീരാനുമായിട്ടുള്ള ഒരു വിവാഹം അങ്ങ് നടക്കുകയാണ്. അങ്ങനെ ഉമ്മാച്ചുവും വീരാനും വിവാഹമൊക്കെ നടന്നു. അപ്പോൾ ഇതിന് കാരണക്കാരൻ അഹമ്മദ് ഉണ്ണിക്കയാണ് എന്ന ആ ഒരു യാഥാർത്ഥ്യം, ആ ഒരു വസ്തുത തിരിച്ചറിയുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന മായനാരാണ്? ഉമ്മാച്ചുവിനോട് പ്രണയമുണ്ടായിരുന്ന, പ്രണയലീലകളിൽ ഏർപ്പെട്ടിരുന്ന ഉമ്മാച്ചുവും മായനും തമ്മിൽ പണ്ട് പ്രണയത്തിൻ്റെ ദിനങ്ങളിലൂടെ, പ്രണയത്തിൻ്റെ അവസ്ഥാന്തരങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും കടന്നു പോയതായിട്ട് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളായിട്ടുള്ള മായൻ ഈ അഹമ്മദ് ഉണ്ണിക്കയാണ് ഇങ്ങനെ വീരാൻ ഉമ്മാച്ചുവിനെ, തൻ്റെ പ്രണയഭാജനമായിരുന്ന ഉമ്മാച്ചുവിനെ വീരാൻ വിവാഹം കഴിക്കാൻ കാരണമായിട്ടുള്ളത്. ചരിത്രകാരനായിട്ടുള്ള അഹമ്മദ് ഉണ്ണിക്കയാണ്. അദ്ദേഹത്തിൻ്റെ കഥ പറച്ചിലിൻ്റെ ആ ഒരു രസനീയത കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്ന ഗാഢസത്യം മനസ്സിലാക്കുന്ന വീരാൻ ഗാഢസത്യം മനസ്സിലാക്കുന്ന മായൻ നേരെ പോയിട്ട് അഹമ്മദ് ഉണ്ണിക്കയെ അടിക്കുന്നതായിട്ട് കാണാം. അങ്ങനെ ഭീകരമായിട്ടുള്ള, അത്രയും ശക്തിമാനാണ് മായനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ശക്തിമാനായിട്ടുള്ള മായൻ പോയിട്ട് അടിക്കുന്ന സമയത്ത് അഹമ്മദ് ഉണ്ണിക്ക മരിച്ചുപോയി എന്നുള്ള ഒരു ചിന്തയിലേക്ക് മായൻ എത്തുകയാണ്. തൻ്റെ അടികൊണ്ട് അഹമ്മദ് ഉണ്ണിക്ക മരിച്ചുപോയി എന്ന് കരുതി പേടിച്ചു പോകുന്ന മായൻ, എന്തായാലും നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ടാണ് പേടിയുണ്ടാവുന്നത് എന്നുള്ളത് ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ചെയ്യാനും പേടിയില്ല, അടിക്കാനും പേടിയില്ല, അടിച്ചു കഴിഞ്ഞ് മരിച്ചപ്പോഴാണ് നമുക്ക് എവിടെ നിന്നും ഇല്ലാത്ത പേടി വരുന്നത് എന്ന് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള പ്രത്യേകതരം അവസ്ഥാന്തരങ്ങളിലൂടെ മായൻ്റെ മനസ്സപ്പോൾ സഞ്ചരിക്കുകയും മായൻ അവിടെ നിന്നും വയനാട്ടിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തു. അങ്ങനെ മായൻ പലായനം ചെയ്യുകയാണ്. പലായനം ചെയ്യുന്ന മായൻ വയനാട്ടിലെത്തി ഒരു ഹാജിയെ കണ്ട് അവിടെ ഒരു കച്ചവടത്തിലേർപ്പെട്ട് കച്ചവടപരമായ വൃത്തികളിലൂടെ കഴിഞ്ഞു കൂടുകയായിരുന്നു പിന്നീടുള്ള കാലം മായൻ. അങ്ങനെയിരിക്കെ ഒരു ദിവസം അഹമ്മദ് ഉണ്ണിക്കയുടെ മകൻ ഹസൻ മായനെ കണ്ടെത്തുകയാണ്. വയനാട്ടിലേക്ക് എത്തുകയാണ് ഹസൻ. അങ്ങനെ വയനാട്ടിലെത്തുന്ന ഹസനിൽ നിന്നും മായൻ അറിയുകയാണ് അഹമ്മദ് ഉണ്ണിക്ക പിന്നീടാണ് മരിച്ചത്. അതൊരു വാർദ്ധക്യ സഹജമായിട്ടുള്ള ഒരസുഖം മൂലമാണ് മരിച്ചത്, അല്ലാതെ താൻ അടിച്ചത് മൂലമല്ല. തൻ്റെ തെറ്റായ ചിന്തയുടെ അനർത്ഥത ഇവിടെ മനസ്സിലാക്കുന്ന മായൻ ചിന്തിക്കുകയാണ്, അങ്ങനെ തൻ്റെ അടിമൂലമല്ല അഹമ്മദ് ഉണ്ണിക്ക മരിക്കാനുണ്ടായ കാരണം, അതിനുണ്ടായ കാരണം വാർദ്ധക്യ സഹജമായ അസുഖമാണ് എന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ തിരിച്ചറിയുന്ന മായനൊരു ആഗ്രഹം വരികയാണ്, വീണ്ടും നാട്ടിലേക്കൊന്ന് പോയി തൻ്റെ പ്രണയഭാജനമായിരുന്ന തൻ്റെ ഉമ്മാച്ചുവിനെ ഒന്ന് കാണുകയും അവിടെയൊക്കെ ഒന്ന് നിൽക്കുകയും ചെയ്യാമല്ലോ എന്ന് കരുതി മായൻ ഒന്നുകൂടി നാട്ടിലേക്ക് പോവുകയും ഉമ്മാച്ചുവിനെ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രംഗമൊക്കെ അത്രമേൽ, ഇങ്ങനെ ഉമ്മാച്ചുവിനെ കാണുന്ന ആ രംഗമൊക്കെ ഉറൂബ് ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിൽ കുളിർ മഴ, ഒരു മഞ്ഞുതുള്ളി പൊഴിയുന്ന അത്രയും മനോഹരമായിട്ടാണ് ഉറൂബ് ഈ രംഗങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഈ നോവലിലെ ചില രംഗങ്ങൾ, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് വഴിയെ പറയാം. ആ രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നതിലെ മാന്ത്രിക സ്പർശം തന്നെയാണ് നോവലിനെ വ്യത്യസ്തമായ ഒരു രീതിയിലേക്കും വ്യത്യസ്തമായ ഒരു തലത്തിലേക്കും എത്തിക്കുന്നത്. ഉമ്മാച്ചുവിന് ഒരു കുഞ്ഞുകൂടി ഉണ്ടായിരിക്കുന്നു, അതായത് അബ്ദു എന്നു പേരുള്ള മകൻ ഉണ്ടായിരിക്കുന്നു. ബീരാനും ഉമ്മാച്ചുവും വിവാഹം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരിക്കുന്നു. അപ്പോൾ മായൻ ഉമ്മാച്ചുവിനെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് വളരെ നിഗൂഢമായ രീതിയിൽ അത്രമേൽ ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ ബീരാൻ കൊല്ലപ്പെടുന്ന ഒരു ദൃശ്യമാണ് പിന്നീട് വായനക്കാരുടെ മുന്നിലേക്ക് ഉറൂബ് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത്തരത്തിൽ
ബീരാനാണ് മായനെ കൊല്ലുന്നത് എന്ന യാഥാർത്ഥ്യം അബ്ദു മനസ്സിലാക്കുകയാണ്. അങ്ങനെ അബ്ദുവിൽ നിന്ന് പിന്നീടുണ്ടാവുന്ന ഒട്ടേറെ അവസ്ഥാന്തരങ്ങളിലൂടെയും ഒട്ടേറെ വാക്തർക്കങ്ങളിലൂടെയും മുന്നോട്ട് പോകുന്ന നോവലിനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ബീരാനെ കൊന്ന ശേഷം മായൻ തൻ്റെ പ്രണയിനിയെ, തൻ്റെ ഉമ്മാച്ചുവിനെ വിവാഹം കഴിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നോവലിൽ ദൃശ്യവൽക്കരിക്കാൻ ഉറൂബ് ശ്രമിക്കുന്നത്. അത്തരത്തിൽ വീണ്ടും വിവാഹം കഴിച്ച് അവർക്ക് മക്കളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ അബ്ദുവിൻ്റെ ഒരു വാചകം, ഉപ്പയെ കൊന്നത് നിങ്ങളാണെന്നുള്ള കാര്യം മനസ്സിലാക്കി എന്ന രീതിയിലുള്ള അബ്ദുവിൻ്റെ ഒരു ഡയലോഗ് കേട്ട് അത്യധികം വിരണ്ടു പോകുന്ന മായൻ വീണ്ടും വയനാട്ടിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ അവിടെ ഹസനുണ്ട്. ഹസൻ ഒരു പെൺകുട്ടിയെ, തേയിലത്തോട്ടത്തിൽ വെച്ച് ഗർഭിണിയാക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കുന്ന കാര്യം മായൻ അറിയുന്നു. അങ്ങനെ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ അറിയുമ്പോഴും മായൻ്റെ മനസ്സിലൊരു ദുഃഖവും വേദനയും വിരഹവേദനയും നിറഞ്ഞു നിൽക്കുന്ന സങ്കീർണമായ അവസ്ഥാന്തരങ്ങളിലേക്ക് എത്തിപ്പെടുന്ന മായൻ അപ്പോൾ ചെയ്യുന്നത്, തൻ്റെ കാര്യങ്ങളെല്ലാം, തൻ്റെ കച്ചവടവും കാര്യങ്ങളുമെല്ലാം നല്ലവനായിട്ടുള്ള ഹസനെ ഏൽപ്പിച്ച ശേഷം മായൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു ഭീകരമായ ദാരുണമായ ദൃശ്യമാണ് പിന്നീട് നമുക്ക് നോവലിൽ തെളിഞ്ഞ് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ മായൻ ആത്മഹത്യ ചെയ്യുന്നു. പിന്നീട് ഹൈദ്രോസും മരക്കാറും, മായൻ്റെ മക്കളായ ഹൈദ്രോസും മരക്കാറും അതേപോലെ ബീരാൻ്റെ മകനായ അബ്ദു, ഇവർ തമ്മിൽ കലുഷിതമായ വാക്തർക്കങ്ങളിലേക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കും അവർ നീങ്ങുകയാണ്. അവർ ഇരു ചേരികളിൽ നിന്ന്, രണ്ട് പാർട്ടികളിൽ നിന്ന് മത്സരിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ രൂക്ഷമായി ഭിന്നിപ്പുണ്ടാകുന്നു, ഭാഗം വെപ്പിലേക്ക് നീങ്ങുന്നു. ഉമ്മാച്ചുവിനൊന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നിസ്സഹായയായിരിക്കേണ്ടി വരുന്നു. അത്തരത്തിൽ അവിടെ ഉമ്മാച്ചുവിൻ്റെ വീട്ടിലെ കാര്യസ്ഥനായി നിൽക്കുന്ന ചാപ്പുണ്ണി നായരുടെ മകളും അബ്ദുവുമായി പ്രണയബന്ധത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ രണ്ട് പാർട്ടികളായി നിൽക്കുമ്പോൾ അബ്ദുവിന് വോട്ട് ചെയ്യും എന്നുള്ള ഒരഭിപ്രായം, അതായത് ഹൈദ്രോസും മരക്കാറും അവരുടെ ഒന്നും പാർട്ടിക്ക് വോട്ട് ചെയ്യാതെ അബ്ദുവിന് വോട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ചാപ്പുണ്ണി നായർ അബ്ദുവിന് വോട്ട് ചെയ്യുകയാണെങ്കിൽ നീ ഇനി വീട്ടിൽ കയറണ്ട എന്ന് പറയുകയാണ്. പിന്നീട് അബ്ദുവുമായിട്ടുള്ള പ്രണയബന്ധം വളരുകയും അങ്ങനെ അബ്ദുവിനോടൊപ്പം ജീവിക്കുന്നതിന് വേണ്ടി ഉമ്മാച്ചുവിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ ചിന്നമ്മു പോവുകയും ചെയ്യുകയാണ്. ഇവിടെ രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഒന്നിക്കലാണ് അവസാന രംഗങ്ങളിലൂടെ കാണാൻ കഴിയുന്നത്. ചാപ്പുണ്ണി നായരും മകളുമായി പിന്നീട് ഭീകരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും വാക്തർക്കങ്ങളും ഉണ്ടാവുന്നു. അവസാന ഭാഗങ്ങളിൽ ഈ അബ്ദുവിനും ചിന്നമ്മുവിനും ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ ആ കരച്ചിൽ തന്നെ മുത്തശ്ശ എന്ന് വിളിക്കുന്നുണ്ട് എന്ന് ഒരു തോന്നൽ ഉണ്ടാവുകയാണ്. അപ്പോൾ ആരുടെ ഉള്ളിലും ഒരു തോന്നലുണ്ടാവുകയാണ്, മതത്തിനതീതമായിട്ട്, മതചിന്തകൾക്കും ജാതി ചിന്തകൾക്കും അതീതമായിട്ട് അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഇല്ല. കുഞ്ഞ് എന്ന് പറയുന്ന ആ ഒരു നിഷ്കളങ്കമായ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ എന്ന് പറയുന്ന എല്ലാ മതക്കാർക്കും ഒരേപോലെയാണ് എന്ന ആ വലിയൊരു യാഥാർത്ഥ്യം തന്നെ ഇവിടെ കഥാകാരൻ മുന്നോട്ട് വെച്ച് നമ്മളെ ഒരു സമഭാവനയുടെ, ജാതിയോ മതമോ ഒന്നുമില്ലാതെ എല്ലാവരും ഒന്നായി ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു സമഭാവനയുടെ ഒരു അനന്തമായ വിഹായസിലേക്ക് നമ്മളെ ഒരുമിച്ച് കൈപിടിച്ച് കൂട്ടിക്കൊണ്ട് പോയിട്ടാണ് കഥാകാരൻ നോവൽ അവസാനിപ്പിക്കുന്നത്. അത്തരത്തിൽ തന്നെ ഇതിൻ്റെ അവസാന രംഗത്ത് തൻ്റെ പേരക്കുട്ടിയെ കാണാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിട്ട് അത്തരത്തിലൊരു ദയനീയമായിട്ടുള്ള ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് നിൽക്കുമ്പോഴാണ്, അത്തരത്തിൽ നിൽക്കുന്ന ചാപ്പുണ്ണിയായരെ കാണിച്ചുകൊണ്ട് രസകരമായി തന്നെ മികച്ച രീതിയിൽ തന്നെ നോവൽ അവസാനിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇത്രമേൽ ഡ്രാമയിലൂടെയും ഇത്രമേൽ പ്രശ്നങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയും അതിയായിട്ടുള്ള വിഷമത്തിലൂടെയും കടന്നു പോകുന്ന നോവൽ അവസാന രംഗങ്ങളിൽ എത്തുന്നത് ഒരു തരം ഒരു സന്തോഷകരമായ അവസ്ഥയിലേക്ക്, ഒരു ഒന്നിക്കലിൻ്റെ, ഒരു മതങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു ഒന്നിക്കലിൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിലൂടെയാണ് നോവൽ ഉറൂബ് അവസാനിപ്പിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. നോവലിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഇതിന് താഴെ കമൻ്റായി പറയുക.